രാമായണ മാസം 23-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാനരന്മാരുടെ ശൗര്യം മുഖത്തോ കൈകാലുകളിലോ അല്ല, വാലിലാണ്. അതിനാൽ അവന്റെ വാലിൽ തുണി ചുറ്റി തീ കൊളുത്തി രാക്ഷസ ശ്രേഷ്ഠന്മാർ എടുത്ത് വാദ്യഘോഷത്തോടെ നഗരത്തിലെല്ലായിടത്തും കൊണ്ടു നടന്ന് രാത്രിയിൽ വന്ന കള്ളനാണിവൻ എന്ന് എല്ലാവരും കേൾക്കത്തക്ക വിധം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണം. അപ്രകാരം ചെയ്താൽ ഇവൻ കുലദ്രോഹിയും ശക്തി നശിച്ചവനാണെന്ന് പറഞ്ഞ് വാനരന്മാർ കൂട്ടത്തിൽ നിന്ന് ഇവനെ പുറന്തള്ളും. രാവണന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് രാക്ഷസഗണം സന്തോഷചിത്തരായി ഹനുമാന്റെ വാലിൽ എണ്ണ, നെയ്യ് മുതലായവ നനച്ച വസ്ത്രങ്ങൾ തെരുതെരെ ചുറ്റിയ സമയത്ത് അതുല്യബലവാനായ ഹനുമാൻ അനങ്ങാതെ അവിടെ ഇരുന്നു. തുണി ചുറ്റുംതോറും വാല് നീണ്ടു തടിച്ചുകൊണ്ടിരുന്നു. വസ്ത്രങ്ങളെല്ലാം തീർന്നു. പിന്നെയും വാല് വളരെയധികം ശേഷിച്ചു. സകല വീടുകളിലും ഉണ്ടായിരുന്ന പട്ടുവസ്ത്രങ്ങളും തേടി പിടിച്ചു കൊണ്ടുവന്ന് ചുറ്റി. എന്നിട്ടും വാല് ശേഷിച്ചത് കണ്ട് അവിടെയും ഇവിടെയും ചെന്ന് കൊണ്ടുവന്ന തുണി മുഴുവൻ ചുറ്റിയിട്ടും തികഞ്ഞില്ല. എണ്ണയിലും നെയ്യിലും മുക്കിയ വസ്ത്രങ്ങളും ദിവ്യങ്ങളായ പട്ടുവസ്ത്രങ്ങളും മുഴുവൻ ചുറ്റിയിട്ടും വാല് ശേഷിച്ചു. ഇവന് ധിക്കാരം കുറച്ചു കൂടുതലാണ്, എണ്ണയും തുണിയും മുഴുവൻ തീർന്നു എന്ന് രാക്ഷസന്മാർ പറഞ്ഞു. മതി മതി, ഇവൻ പരിശുദ്ധനായ ഏതോ ദിവ്യനാണ്. സർവനാശത്തിനുള്ള ഈ കുസൃതി ആർക്കാണ് തോന്നിയത് എന്ന് മറ്റു ചിലർ പറഞ്ഞു. വസ്ത്രം തികയുകയില്ല, ഇനിൽ വാലിൽ തീ കൊളുത്തുവിൻ, ഒട്ടും വൈകരുത്. ഇത് കേട്ട് ഇന്ദ്രശത്രുക്കളായ രാക്ഷസർ വാലിന്റെ അറ്റത്ത് തീ കൊളുത്തി. ബലവാനായ ഹനുമാനെ ദുർബലനാണെന്ന് കരുതി കയറുകൊണ്ട് നല്ലവണ്ണം വിരിഞ്ഞുകെട്ടി എടുത്തുയർത്തി. കപടബുദ്ധികളായ രാക്ഷസന്മാർ ഇതാ ഒരു കള്ളൻ എന്ന് ഉച്ചത്തിൽ ആർത്ത് വിളിച്ചുകൊണ്ട് നഗരം ചുറ്റി. പടിഞ്ഞാറേ ഗോപുരവാതിക്കൽ എത്തിയപ്പോൾ ഹനുമാൻ ശരീരം വളരെ കൃശമാക്കി. അപ്പോൾ കയറുകൾ അയഞ്ഞു. പെട്ടെന്നവൻ വളരെ വേഗം പർവ്വതം പോലെ ശരീരം വലുതാക്കി ബന്ധനമോചിതനായി. ചുമന്നുകൊണ്ടുവന്ന രാക്ഷസന്മാരെ കൊന്നിട്ട് വായുവേഗത്തിൽ മേൽപോട്ട് പൊങ്ങി പടിഞ്ഞാറേ ഗോപുരത്തിന്റെ മുകളിലെത്തി ചന്ദ്രമണ്ഡലത്തിൽ മുട്ടത്തക്ക വിധം പൊക്കമുള്ള മണിമാളികയുടെ മുകളിൽ കയറിയിരുന്നു. വർദ്ധിച്ച വേഗത്തോടെ ഓരോ വീടിന്റെയും മുകളിൽ ചാടിച്ചാടി സ്വർണമയവും രത്നമയവുമായ മാളികകളെല്ലാം ഹനുമാൻ കത്തിച്ചു. തീ എല്ലായിടത്തും ആളിപ്പടർന്നു. ജന്മസഹജമായ ചാബല്യത്തോടെ ഹനുമാൻ ഒട്ടും ചാഞ്ചല്യം കൂടാതെ മണിമാളികകൾ ചുട്ടു തുടങ്ങി. ആനകൾ, കുതിരകൾ, തേര്, കാലാൾപ്പട എന്നിവയും വാസയോഗ്യങ്ങളായ മനോഹരമായ മാളികകളും എല്ലാം അഗ്നിക്കിരയാക്കി. രാവണശത്രുവായ ഇന്ദ്രനോട് ലങ്കാനഗരം വെന്തുവെണ്ണീറായ സന്തോഷ വാർത്ത അറിയിക്കാനാണോ എന്ന് തോന്നുമാറ് ഞാൻ മുമ്പേ എന്ന ഭാവത്തിൽ സന്തോഷത്തോടെ അഗ്നിജാലകൾ ആകാശത്തേക്കുയർന്നു. രാവണ സഹോദരനായ വിഭീഷണന്റെ ഗൃഹമൊഴികെ സകല രാക്ഷസ ഭവനങ്ങളും വെന്തു ചാമ്പലായി. ശ്രീരാമന്റെ പ്രിയ ഭൃത്യനായ ഹനുമാൻ വിഭീഷണന്റെ ഗൃഹം മാത്രം അഗ്നിക്കിരയാക്കാതെ രക്ഷിച്ചു. സ്വർണം, രത്നം എന്നിവ കൊണ്ട് നിർമ്മിച്ച വീടുകളെല്ലാം തീപിടിച്ചപ്പോൾ അവയിൽ താമസിച്ചിരുന്ന സ്ത്രീകളെല്ലാം അലമുറയിട്ട് വിലപിച്ചു. പലരും തലമുടിക്കെട്ട്, വസ്ത്രം, കൈകാലുകൾ തുടങ്ങിയവയെല്ലാം തീപിടിച്ച് വെന്തു മരിച്ചു വീണു. ചിലർ ദേഹം വെന്തുരുകെ സംഭ്രമത്തോടെ അലറിപ്പാഞ്ഞ് ഉയർന്ന മാളികയിലേക്ക് കയറുമ്പോൾ അവിടെയും തീ ആളിപ്പടർന്ന് താഴെ വീണ് പിടഞ്ഞു മരിച്ചു. മകനെയും ഭർത്താവിനെയും അച്ഛനെയും അമ്മയെയും വിളിച്ച് ഇത് എന്റെ കർമ്മമാണ്, വിധിയാണ്, തീ പിടിച്ച് ദേഹം മുഴുവൻ ഉരുകി മരിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ. ഈ ദുരിതത്തിനെല്ലാം കാരണം രാക്ഷസ രാജാവാണ്, മറ്റാരുമല്ല. പരധനത്തെയും പല ദാരങ്ങളെയും പാപിയായ രാവണൻ കൈക്കലാക്കി. അഹങ്കാരത്തോടെ ഇത്തരം അനുചിത കാര്യങ്ങൾ ആരും ചെയ്യരുത്. ചെയ്താൽ തക്കഫലം തീർച്ചയായും ഉണ്ടാകും. ഒരു മഹാഭാവി മനുഷ്യസ്ത്രീയെ കാമിച്ചത് മറ്റുള്ളവർക്ക് ആപത്തായി തീർന്നു. കാമപരവശനായ ഈ ചപലൻ കയ്യൂക്കുകൊണ്ട് മഹതികളായ പല പതിവ്രതകളെയും പിടികൂടി ചാരിത്രഭംഗം വരുത്തി. അവരുടെ മനസ്സിലെ തപോമയമായ അഗ്നിയാണ് ഇന്നിവിടെ പടർന്നു പിടിച്ചത്. ഇങ്ങനെ പലതും പറഞ്ഞ് വിലപിക്കുന്നതിനിടയിൽ തീ പിടിച്ച് പലരും വെന്തു മരിച്ചു. മറ്റു ചിലർ ശരണം എവിടെ കിട്ടുമെന്ന് പറഞ്ഞ് പല വഴിക്കും ഓടുന്നതിനിടയിൽ തീ പിടിച്ച മരങ്ങൾ വെന്തുമുറിഞ്ഞ് ദേഹത്ത് വീണു മരിച്ചു. ശ്രീരാമദൂതനായ ഹനുമാൻ 700 യോജന വിസ്താരമുള്ള രാക്ഷസ രാജ്യം മുഴുവനും അല്പനേരം കൊണ്ട് ബഹുവിഭവങ്ങളോട് കൂടിയ സരസമായ ഭക്ഷണമായി അഗ്നിക്ക് നൽകി. ഈ അപൂർവ ഭക്ഷണം ലഭിച്ചതിൽ അഗ്നിദേവനും സംതൃപ്തനായി. ഒടുവിൽ ഹനുമാൻ സമുദ്രത്തിലെത്തി വളരെ എളുപ്പം വാൽ വെള്ളത്തിലടിച്ച് തീ കെടുത്തി. വായു അഗ്നിയുടെ പ്രിയമിത്രമായതുകൊണ്ടും പതിവ്രതയായ സീത അഗ്നിയോട് പ്രാർത്ഥിച്ചതുകൊണ്ടും വായുപുത്രന് തീയുടെ ചൂടേറ്റില്ല. അഗ്നി വളരെ തണുപ്പുള്ളവനായി ഹനുമാൻ അനുഭവപ്പെട്ടു. സീതാദേവിയുടെ കാരുണ്യത്തിന്റെ മഹത്വം അത്ഭുതകരം തന്നെ. രാക്ഷസ വംശമാകുന്ന കാടിന് കാട്ടുതീയായിട്ടുള്ള ശ്രീരാമന്റെ നാമം സ്മരിക്കുന്നത് കൊണ്ട് തന്നെ മക്കൾ, ധനം, ഭാര്യ തുടങ്ങിയവരിൽ മോഹാർത്ഥരായ മഹാജനങ്ങൾ താപത്രയമാകുന്ന അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ ശ്രീരാമചന്ദ്രന്റെ ഇഷ്ടപ്രവർത്തികൾ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ദൂതന് ഈ തീ കൊണ്ട് ദുഃഖമുണ്ടാകുമോ? ഭൂമിയിൽ മനുഷ്യജന്മം കിട്ടുമെങ്കിൽ മഹാവിഷ്ണുവിനെ ഭജിക്കുവിൻ.
ലോകനാഥനും അനന്തശായിയുമായ ഭഗവാൻ വിഷ്ണു ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം എന്നീ ദുഃഖങ്ങളെ ഇല്ലാതാക്കും. അനന്തരം ഹനുമാൻ സീതാദേവിയുടെ പാദങ്ങൾ താണു തൊഴുത് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇനി തിടുക്കത്തിൽ അക്കരയ്ക്ക് പോകുന്നു. അവിടുന്ന് വേഗം യാത്രാനുമതി തന്നാലും. ഞാൻ ശ്രീരാമദേവന്റെ അടുത്തേക്ക് പോവുകയാണ്. ശ്രീരാമചന്ദ്രനും അനുജനും സുഗ്രീവനുമായി വൻപടയോടുകൂടി വളരെ വേഗം ഇവിടെ എത്തും. അവിടുന്ന് അല്പം പോലും ദുഃഖിക്കരുത്. ജനകാത്മജെ, ഇനി എല്ലാ കാര്യവും എന്റെ ചുമതലയിലാണ്. വളരെ വിനയത്തോടെ തൊഴുകൈയുമായി ഇപ്രകാരം പറഞ്ഞ ഹനുമാനോട് സീത പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ വിവരങ്ങൾ പറഞ്ഞ് നിന്നെ കണ്ടതോടെ എന്റെ മനോദുഃഖമെല്ലാം മാറി. എന്റെ നാഥന്റെ വൃത്താന്തങ്ങൾ കേൾക്കുന്നതിലുള്ള സുഖം ലഭിക്കാതെ ദുഃഖത്തോടെ എങ്ങനെയാണ് ഞാനിവിടെ കഴിയുന്നത്? സീതയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടിട്ട് അനുകമ്പാപൂർവം തൊഴുതുകൊണ്ട് ഹനുമാൻ പറഞ്ഞു, ദുഃഖിക്കരുത്, ഇനി വിരഹവേദന അനുഭവിക്കേണ്ട. എന്റെ തോളിൽ കയറിക്കൊള്ളൂ. നിമിഷത്തിനകം ദേവിയെ ഭർത്താവിന്റെ അടുത്തെത്തിച്ച് നിങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഇന്ന് തന്നെ വിരഹദുഃഖം ഇല്ലാതാക്കാം. ഹനുമാന്റെ വാക്കുകൾ കേട്ട് അത്യന്തം സന്തോഷിച്ച സീത പറഞ്ഞു, നിനക്കക്കാര്യത്തിൽ പ്രയാസമൊന്നും ഉണ്ടാവുകയില്ലെന്ന് എനിക്ക് ഇന്നും വിശ്വാസം വന്നു. സുചരിതനായ ശ്രീരാമൻ സൈന്യസമേതനായി വന്ന് ദിവ്യാസ്ത്രം കൊണ്ട് സമുദ്രം വറ്റിച്ചിട്ടോ അണകെട്ടിയോ ത്രിലോകകണ്ടകനായ രാവണനെ കൊന്ന് എന്നെ വേഗം കൊണ്ടുപോകും. മറിച്ചൊരു രാത്രി രഹസ്യമായി കൊണ്ടുപോയാൽ എന്റെ പ്രാണനാഥന്റെ കീർത്തിക്ക് കളങ്കമുണ്ടാകും. മകനെ, രഘുനാഥൻ ഇവിടെ വന്ന് യുദ്ധം ചെയ്ത് രാവണനെ കൊന്ന് എന്നെ കൊണ്ടുപോകാൻ നീ വേണ്ടത് ചെയ്യുക. അത്ര നാളും ഞാൻ ജീവനോടെ ഇരിക്കാം. ഇങ്ങനെ ദയാപൂർവം പറഞ്ഞ സീത ഹനുമാനെ യാത്രയാക്കി. അനന്തരം ഹനുമാൻ ലോകമാതാവായ സീതയെ തൊഴുത് യാത്ര ചോദിച്ചുകൊണ്ട് വേഗം സമുദ്രം ചാടിക്കടന്നു. 3 ലോകവും വിറയ്ക്കുമാറ് ഹനുമാൻ ഒന്നലറി. ഈ ഭയങ്കര ശബ്ദം കേട്ട് വാനരസംഘം പറഞ്ഞു, ഈ ശബ്ദം കേൾക്കൂ. ഹനുമാൻ കാര്യം സാധിച്ച് മടങ്ങി വരികയാണ്, സംശയമില്ലാതെ. ശബ്ദം കേട്ടാൽ തന്നെ അറിയാം. വാനരന്മാർ ഇങ്ങനെ പരസ്പരം പറയുമ്പോൾ പർവ്വതത്തിനു മുകളിൽ ഹനുമാനെ കണ്ടു. വാനരവീരന്മാരെ, ഞാൻ സീതയെ കണ്ടു. ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹത്താൽ രാക്ഷസ ശ്രേഷ്ഠന്റെ ആലയമായ ലങ്കയും അവിടുത്തെ ഉദ്യാനവും ദഹിപ്പിച്ചു. ദേവശത്രുവായ രാവണനെ വിസ്മയപൂർവം കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ജാമ്പവാൻ തുടങ്ങിയ വാനരവീരന്മാരെ, ശ്രീരാമചന്ദ്രനോട് ഈ കഥയെല്ലാം പറയാൻ നടക്കുവിൻ. അപ്പോൾ വാനരന്മാർ വായുപുത്രനെ ആദരപൂർവ്വം ആലിംഗനം ചെയ്ത് വാലിന്റെ അഗ്രം പിടിച്ചു ചുംബിച്ചു. കൗതുകത്തോടെ വാനരന്മാർ ഹനുമാനെ മുന്നിലാക്കി കൂട്ടത്തോടെ ആർത്തു വിളിച്ചുകൊണ്ട് നടന്നു. അവർ വേഗം നടക്കുന്നതിനിടയിൽ പ്രസ്രവണം എന്ന പർവ്വതം കണ്ടു. പൂക്കൾ, ഇലകൾ, കായ്കൾ, തേൻ, വള്ളി എന്നിവ നിറഞ്ഞതും കുറ്റിച്ചെടികളാൽ ചുറ്റപ്പെട്ടതുമായ ആ പ്രദേശം സുഗ്രീവനാൽ സംരക്ഷിക്കപ്പെടുന്നതാണ്. വിശന്നു പറഞ്ഞ വാനരന്മാർ വിശപ്പടക്കുന്നതിന് വേണ്ടി ആർത്തിയോടെ പറഞ്ഞു, പഴങ്ങളോടൊപ്പം മധുരമുള്ള തേനും കഴിച്ച് വിശപ്പും ദാഹവും തീർത്തിട്ട് നമുക്ക് വേഗം സുഗ്രീവന്റെ അടുക്കൽ ചെന്ന് ആദരവോടെ കാര്യങ്ങൾ അറിയിക്കാം. അതിനനുവദിക്കണം. വാനരന്മാരുടെ അപേക്ഷ കേട്ടിട്ട് അംഗദൻ അതിന് അനുവാദം നൽകി. ഉടനെ വാനരന്മാർ മധുവനത്തിൽ കിടന്ന് മധുപാനം നടത്തുകയും പഴങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു. സുഗ്രീവന്റെ ആജ്ഞപ്രകാരം ദാനമാനാദികൾ സ്വീകരിച്ചുകൊണ്ട് മധുവനം കാത്തുപോരുന്ന ദതിമുഖന്റെ നിർദ്ദേശമനുസരിച്ച് മധുവന പാലകന്മാർ വടിയുമായി വന്ന് അവരെ തടുത്തു. ഹനുമാൻ തുടങ്ങിയ കപിവരന്മാരുടെ മുഷ്ടിപ്രഹരങ്ങളേറ്റ് ഉദ്യാനപാലകർ ഭയപ്പെട്ടോടി. ദതിമുഖനെ വിവരമറിയിച്ചു. ഇതറിയിക്കാൻ ദതിമുഖൻ വേഗം സുഗ്രീവന്റെ അടുത്തേക്ക് പോയി. അംഗാദികളുടെ നേതൃത്വത്തിലുള്ള വാനര സൈന്യം അങ്ങയുടെ മധുവനത്തിന് നാശം വരുത്തിയിരിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്താൽ വളരെ കാലം എന്റെ ആധിപത്യത്തിൽ അത് പരിപാലിച്ചു പോരുകയായിരുന്നു. ബാലിപുത്രനായ അംഗദൻ തുടങ്ങിയവർ ഇപ്പോൾ എന്റെ ഭൃത്യരെ തോൽപ്പിച്ച് മധുവനം തകർത്തു. അമ്മാവനായ ദതിമുഖന്റെ പരാതി കേട്ടിട്ട് വർദ്ധിച്ച സന്തോഷത്തോടെ നിർമ്മലാത്മാവായ ശ്രീരാമനോട് സുഗ്രീവൻ പറഞ്ഞു, വായുപുത്രനായ ഹനുമാൻ തുടങ്ങിയവർ കാര്യം നിറവേറ്റി ആഹ്ലാദത്തോടെ വരികയാണ് തീർച്ച. അല്ലെങ്കിൽ എന്നെ ബഹുമാനിക്കാതെ അവർ മധുവനത്തിൽ പ്രവേശിക്കുകയില്ലായിരുന്നു. അനന്തരം ദതിമുഖനോട് പറഞ്ഞു, ഇക്കാര്യത്തിൽ അങ്ങ് ദുഃഖിക്കേണ്ട. വേഗം ചെന്ന് ഹനുമാൻ മുതലായവരോട് വരാൻ പറയൂ. ഹനുമാൻ, അംഗദൻ, ജാമ്പവാൻ തുടങ്ങിയവർ സുഗ്രീവൻ പറഞ്ഞതനുസരിച്ച് വളരെ സന്തോഷത്തോടെ വേഗം സുഗ്രീവന്റെ അടുത്തെത്തി. ലക്ഷ്മണ സുഗ്രീവന്മാരാൽ പരിസേവിതനായിട്ടിരിക്കുന്ന ശ്രീരാമൻ വനത്തിൽ സസുഖം ഇരിക്കുന്നത് കണ്ട് ഹനുമാൻ തുടങ്ങിയവർ വീണു വണങ്ങി. അനന്തരം സുഗ്രീവനെ വന്ദിച്ചിട്ട് പൂർണ്ണ സന്തോഷത്തോടെ അഞ്ജനാപുത്രനായ ഹനുമാൻ പറഞ്ഞു, ഒരു പ്രയാസവും കൂടാതെ രാക്ഷസ ഭവനത്തിൽ ഞാൻ സീതാദേവിയെ കണ്ടു. ദേവി അവിടുത്തെയും ലക്ഷ്മണന്റെയും കുശലം അന്വേഷിച്ചു. അഴിഞ്ഞുലഞ്ഞ തലമുടിയോടുകൂടി അശോകവനത്തിലെ ശിംശഭാ വൃക്ഷച്ചുവട്ടിലാണ് ദേവി വസിക്കുന്നത്. ആഹാരമൊന്നും കഴിക്കാത്തതിനാൽ ശരീരം മെലിഞ്ഞ ദേവി രാക്ഷസികളാൽ ചുറ്റപ്പെട്ട ദുഃഖത്താൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് രാമരാമ എന്ന മന്ത്രം സദാ വിലപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കൃഷിശരീരനായി മരക്കൊമ്പുകൾക്കിടയിൽ സന്തോഷത്തോടെ സ്വസ്ഥനായിരുന്നു. അങ്ങയും ലക്ഷ്മണനുമില്ലാത്ത ആശ്രമത്തിൽ കഴിയുമ്പോൾ ദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയതും
സൂര്യപുത്രനായ സുഗ്രീവനോട് സഖ്യമുണ്ടാക്കിയതും ഇന്ദ്രപുത്രനായ ബാലിയെ വധിച്ചതും ഭൂപുത്രിയായ സീതയുടെ അന്വേഷണത്തിനു വേണ്ടി സുഗ്രീവൻ വാനരസംഘത്തെ നിയോഗിച്ചതും അറിയിച്ചിട്ട് ഞാൻ പറഞ്ഞു, അവരിൽ ഒരാളായി ഞാൻ കടൽ ചാടിക്കടന്ന് വേഗം ഇവിടെ എത്തി. സൂര്യപുത്രനായ സുഗ്രീവന്റെ സജീവനായ ഞാൻ വായുപുത്രനാണ്. ഹനുമാൻ എന്നാണ് എന്റെ പേര്. ഭവതിയെ പെട്ടെന്ന് കാണാൻ കഴിഞ്ഞത് ഭാഗ്യം തന്നെ. ഞാൻ കൃതാർത്ഥനായി. എന്റെ പരിശ്രമങ്ങളെല്ലാം ഇന്ന് സഫലമായി. ലക്ഷ്മി ദേവിയായ സീതയുടെ ദർശനം പാപഹരമാണ്. എന്റെ വാക്കുകളെല്ലാം കേട്ടിട്ട് ദേവി പതുക്കെ പതുക്കെ ഇങ്ങനെ വിചാരിച്ചു, ചെവികൾക്ക് അമൃതതുല്യമായ വാക്കുകൾ ആരാണ് എന്നെ കേൾപ്പിച്ചത്? ആരായാലും ശ്രീമാന്മാരിൽ ശ്രേഷ്ഠനായവൻ ശ്രീരാമന്റെ അനുഗ്രഹത്താൽ എന്റെ കൺമുമ്പിൽ വരട്ടെ. മൈഥിലി ഇങ്ങനെ പറഞ്ഞത് കേട്ട് വാനര രൂപത്തിൽ സൂക്ഷ്മ ശരീരനായി ദേവിയുടെ മുമ്പിലെത്തി നല്ലവണ്ണം താണു തൊഴുതു. അപ്പോൾ ദേവി അത്ഭുതത്തോട് ചോദിച്ചു, നീ ആരാണെന്ന് പറയൂ. അതിന് മറുപടി പറഞ്ഞിട്ട് അങ്ങയുടെ വൃത്താന്തങ്ങളെല്ലാം ഞാൻ ദേവിയെ അറിയിച്ചു. തുടർന്ന് ദേവിയുടെ ദുഃഖം ഇല്ലാതാക്കാനായി ആദരപൂർവ്വം അങ്ങയുടെ മോതിരം കൊടുത്തു. അത് വേഗം കയ്യിൽ വാങ്ങി കണ്ണീർ കൊണ്ട് കഴുകിക്കളഞ്ഞിട്ട് ശിരസിലും കണ്ണിലും കഴുത്തിലും മാറിലും ചേർത്ത് വളരെ വിലപിച്ചു. വായുപുത്ര, എന്റെ ദുഃഖമെല്ലാം കണ്ടതല്ലേ? അതെല്ലാം ശ്രീരാമദേവനോട് ചെന്ന് പറയൂ. ദിവസവും ഈ രാക്ഷസികൾ എന്നെ ഉപദ്രവിക്കുന്നതും നീ പറയണമെന്ന് ദേവി പറഞ്ഞു. ഹനുമാൻ പറഞ്ഞു, ദേവിയുടെ വിവരങ്ങളെല്ലാം അറിയിച്ചിട്ട് അനുജനോടും വാനര സൈന്യത്തോടും കൂടി ശ്രീരാമദേവനെ ഞങ്ങൾ വേഗം കൂട്ടിക്കൊണ്ടുവന്ന് രാവണനെ വംശത്തോടെ കൊന്നിട്ട് സസന്തോഷം അയോധ്യയിലേക്ക് ദേവിയെ കൂട്ടിക്കൊണ്ടുപോകും. അവിടുന്ന് ദുഃഖിക്കരുത്. ലങ്കയിൽ വന്ന് ദേവിയെ കണ്ടു എന്ന വിശ്വാസമുണ്ടാകുന്നതിന് ഒരടയാളം നൽകണം. കൂടാതെ ഒരടയാള വാക്യവും പറഞ്ഞു തരണം. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദേവിയെ ചൂടാരത്നം എന്നെ ഏൽപ്പിച്ചു. ഭർത്താവിനോടൊപ്പം ചിത്രകൂടത്തിൽ കഴിയുന്ന കാലത്ത് ഒരു ദിവസം കഠിനമായ നഖങ്ങൾ കൊണ്ട് ഉപദ്രവിച്ച ഒരു കാക്കയുടെ കഥ കൂടി അങ്ങയോട് പറയാൻ നിർദ്ദേശിച്ചു. അനന്തരം പലതും പറഞ്ഞും കരഞ്ഞും ദുഃഖത്തോടെ കഴിയുന്ന സീതാദേവിയെ പല വിധത്തിലുള്ള വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചിട്ട് യാത്രാനുമതി വാങ്ങി തിരിച്ച് ഞാൻ മറ്റൊരു കാര്യം കൂടി ചെയ്തു. രാക്ഷസ ചക്രവർത്തിയായ രാവണന് പ്രിയങ്കരമായ ഉദ്യാനം മുഴുവൻ ഞാൻ തകർത്തു. അപ്പോൾ കോപത്തോടെ എന്നോട് പൊരുതാൻ വന്ന പാപികളായ അസംഖ്യം രാക്ഷസരെ വധിച്ചു. രാവണന്റെ മകനായ അക്ഷകുമാരനെ ഞാൻ കാലപുരിക്കയച്ചു. പിന്നീട് ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിക്കപ്പെട്ട ഞാൻ രാവണനോട് കാര്യങ്ങൾ പറഞ്ഞു. തുടർന്ന് നിഷ്പ്രയാസം ലങ്ക ചുട്ടുകരിച്ചു. വീണ്ടും നിർഭയനായി ചെന്ന് ദേവിയുടെ പാദങ്ങൾ വണങ്ങിയിട്ട് കടൽ ചാടിക്കടന്ന് ഇവിടെ എത്തി. അങ്ങയുടെ പാദം വണങ്ങി. ദയാനിധേ, ഈ ദാസനെ രക്ഷിച്ചാലും. വായുപുത്രനായ ഹനുമാന്റെ വാക്കുകൾ കേട്ട് സംപ്രീതനായ ശ്രീരാമൻ പറഞ്ഞു, ദേവന്മാർക്ക് പോലും ചെയ്യാൻ പ്രയാസമുള്ള കാര്യമാണ് നീ ചെയ്തത്. സുഗ്രീവനും സന്തുഷ്ടനായി. നീ കാരുണ്യപൂർവ്വം ചെയ്ത ഈ ഉപകാരത്തിന് എന്റെ സർവസ്വവും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. സ്നേഹപൂർവ്വം നീ ചെയ്തു തന്ന ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യാൻ ലോകത്തിൽ ഒന്നുമില്ല. വീണ്ടും ശ്രീരാമൻ പൂർണ്ണ സന്തോഷത്തോടെ ഹനുമാനെ ആലിംഗനം ചെയ്തു. ഹനുമാന്റെ ഭാഗ്യം നോക്കൂ. ഈ വിധം പൂർണ്ണമായ പുണ്യവും സൗഭാഗ്യവും ലഭിച്ച ഒരാൾ ലോകത്തെങ്ങുമില്ല. ശ്രീ പരമേശ്വരൻ രഘുകുലപതിയായ ശ്രീരാമന്റെ കഥ പറഞ്ഞു കൊടുത്തത് കേട്ട് ശ്രീ പാർവതി ഭക്തി പാരവശ്യത്തോടെ ശ്രീരാമദേവനെ വണങ്ങി. കിളിമകൾ സരസമായി പറഞ്ഞ ഈ കഥ കേട്ട് മഹാലോകരും സന്തോഷമുള്ളവരാകട്ടെ. ഇത്യുത്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാന്ഡം സമാപ്തം. സുന്ദരകാന്ഡം പൂർണ്ണമാകുന്നതോടുകൂടി ഇന്നത്തെ രാമകഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.